കടലാസിൻ്റെ രാമായണ പരമ്പരയിലേക്ക് സ്വാഗതം. രാമായണത്തിലെ 4-ാമത്തെ കാണ്ഡമാണ് കിഷ്കിന്ധാകാന്ഡം. രാമലക്ഷ്മണന്മാർ ഋഷ്യമൂകാചലത്തിൽ എത്തിയതിനു ശേഷമുള്ള സംഭവങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. എന്നാൽ മുത്തശ്ശി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുന്നത് രാമലക്ഷ്മണന്മാർ മരണാസന്നനായി കിടക്കുന്ന പക്ഷിരാജാവായ ജടായുവിനെ കണ്ടുമുട്ടുന്നതിൽ നിന്നാണ്. ജടായുവിൽ നിന്ന് ലങ്കാധിപനായ രാവണൻ സീതയെ അപഹരിച്ചു എന്ന വാർത്ത രാമലക്ഷ്മണന്മാർക്ക് ലഭിക്കുന്നു. തുടർന്ന് ജടായുവിൻ്റെ മരണം സംഭവിക്കുന്നു. പിന്നീട് രാക്ഷസനായ കബന്ധന് രാമസായകത്താൽ മോക്ഷവും ലഭിക്കുന്നു. അതിനുശേഷം രാമലക്ഷ്മണന്മാർ ശബരി എത്തിച്ചേരുന്നു. ശബരിയിൽ നിന്നും രാവണ വൃത്താന്തം കൂടുതൽ വ്യക്തമായി അവർ മനസ്സിലാക്കുന്നു. രാവണനെ നേരിടാൻ സുഗ്രീവനുമായി സഖ്യം ചേരണമെന്ന ശബരിയുടെ ഉപദേശം അവർ സ്വീകരിക്കുന്നു. തുടർന്ന് ശബരിക്ക് മോക്ഷവും ലഭിക്കുന്നു. ഋഷ്യമൂകാചലത്തിലെത്തിയ രാമലക്ഷ്മണന്മാർ ഹനുമാനെ കണ്ടുമുട്ടുന്നു. ഹനുമാനിൽ നിന്നും സുഗ്രീവന്റെ ദുഃഖം മനസ്സിലാക്കുന്നു. ബാലിയുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് സുഗ്രീവനെ മോചിപ്പിക്കാനുള്ള തീരുമാനവും എടുക്കുന്നു. ഇതിന് പ്രത്യുപകാരമായി സീതാന്വേഷണത്തിൽ രാമനെ സുഗ്രീവൻ സഹായിക്കാമെന്ന സഖ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. തുടർന്ന് ബാലി സുഗ്രീവ യുദ്ധം, ബാലിവധം, താരോപദേശം, സുഗ്രീവ പട്ടാഭിഷേകം എന്നിവ സംഭവിക്കുന്നു. രാമസുഗ്രീവ സഖ്യത്തെ തുടർന്ന് സീത അന്വേഷണത്തിനായി വാനരസേന ഒരുങ്ങുന്നു. കടലോരത്തെത്തിയ വാനരന്മാർക്ക് സമ്പാദിയിൽ നിന്നും സീത ലങ്കയിലുണ്ടെന്ന വാർത്ത ലഭിച്ചു. അക്കരെ കടക്കാൻ ജാംബവാൻ ഹനുമാനെ മാനസികമായി തയ്യാറെടുപ്പിച്ചു. മാഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ഹനുമാൻ ലങ്കയിലേക്കു ചാടാൻ ഒരുങ്ങുന്നതോടെയാണ് കിഷ്കിന്ധാകാന്ഡം അവസാനിക്കുന്നത്. നമുക്ക് ചൊല്ലാം മുത്തശ്ശി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം. ഉണ്ണികളാദരവോടെ വന്നു മുത്തശ്ശി തന്നെ വണങ്ങി, തിണ്ണയിൽ ചുറ്റുമിരുന്നു പിന്നെ മുത്തശ്ശി പാടിത്തുടങ്ങി. രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ. സീതയെ തേടി നടന്നു രാമ ചന്ദ്രനും സൗമിത്രി താനും. ദേവിയെ കണ്ട ജടായു രാമ ദേവനെ കണ്ടു മരിച്ചു. മുത്തശ്ശി കണ്ണു നിറച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. രാക്ഷസനായ കബന്ധൻ രാമ സായകത്താൽ ഗതി നേടി. ഭക്തശബരി കൊടുത്ത പഴം ഭക്ഷിച്ചു ദേവൻ തെളിഞ്ഞു. മുത്തശ്ശി എന്തോ നിനച്ചു ചൊല്ലി ഭക്തപ്രിയ രാമ രാമ. പമ്പ കടക്കവെ കണ്ടു ഋഷ്യ മൂകത്തു നിന്നു സുഗ്രീവൻ. മന്ത്രി ഹനുമാനെ വിട്ടു രാമ ലക്ഷ്മണന്മാരെ വരുത്തി. മുത്തശ്ശി വെറ്റ ചവച്ചു ചൊല്ലി രാമ നിരൂപമ രാമ. ശക്തനാം രാമനുമായി ഒരു സഖ്യവും ചെയ്തു സുഗ്രീവൻ. ബാലിയെ രാമൻ വധിച്ചാൽ താനോ സീതയെ കണ്ടുപിടിക്കാം. മുത്തശ്ശി ദീർഘിച്ചു മൂളി ചൊല്ലി രാമ ജയ ജയ രാമ.
ബാലി സുഗ്രീവ സമരം കണ്ട് മാലോകരൊക്കെ നടുങ്ങി. മാമരച്ചോട്ടിൽ മറഞ്ഞു രാമൻ അമ്പെയ്തു ബാലിക്കു നേരെ. മുത്തശ്ശി വേർപ്പു തുടച്ചു ചൊല്ലി ശ്രീരാമ സത്യസ്വരൂപ. ബാലിക്കു മോക്ഷം കൊടുത്തു കൂടെ താരയ്ക്കു തത്വോപദേശം. കിഷ്കിന്ധവാണു സുഗ്രീവൻ വ്രത നിഷ്ഠനായി ശ്രീരാമചന്ദ്രൻ. മുത്തശ്ശി കണ്ണൊന്നടച്ചു ചൊല്ലി രാമ 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 രാമ. വമ്പിച്ച വാനര സൈന്യം പിന്നെ സീതയെ തേടിയിറങ്ങി. രാമനെ ചെന്നു തൊഴുതു അടയാളവും വാങ്ങി ഹനുമാൻ. മുത്തശ്ശി ദൂരേക്കു നോക്കി ചൊല്ലി രാമ ജയ ജയ രാമ. സീതയെ കാണാഞ്ഞുഴന്നു കടലോരത്തു ചെന്നു കവികൾ. സമ്പാതി ചൊല്ലിയറിഞ്ഞു സീത ഉണ്ടല്ലോ ലങ്കാപുരിയിൽ. മുത്തശ്ശി നെഞ്ചും തടവി ചൊല്ലി ശ്രീരാമ സീതാഭിരാമ. അക്കരെ ചെല്ലാൻ മിടുക്കൻ ഹനുമാനെന്നു ജാമ്പവാനപ്പോ. ഒന്നങ്ങലറി ഹനുമാൻ ചെന്നു മഹേന്ദ്ര പർവ്വതമേറി. മുത്തശ്ശി ഒന്നെഴുന്നേറ്റു ചൊല്ലി രാമ ഹരേ ജയ രാമ. കിഷ്കിന്ധയാകിയ കാണ്ഡം ചൊല്ലി മുത്തശ്ശിയൊന്നു നിറുത്തി. ഭക്തിയോടെല്ലാരും ഒത്തു ചൊല്ലി രാമ ഹരേ ജയ രാമ. രാമ ഹരേ ജയ രാമ. രാമ ഹരേ ജയ രാമ. നന്ദി, നമസ്കാരം.